നാടിന് പൂരലഹരി പകർന്ന് കൂറ്റനാട് എളവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വെള്ളിയാഴ്ച ആഘോഷിക്കും. 4 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് അതിഗംഭീരമായ വെടിക്കെട്ട് തിരിച്ചെത്തുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത. മുൻപ് 4 സെറ്റ് വെടിക്കെട്ടുകളാൽ പ്രശസ്തമായിരുന്നു എളവാതുക്കൽ പൂരം. എന്നാൽ സുരക്ഷാ കാരണങ്ങളാലും മറ്റും അനുമതി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് കഴിഞ്ഞ 4 വർഷമായി വെടിക്കെട്ട് നടത്താൻ സാധിച്ചിരുന്നില്ല. തടസ്സങ്ങളെല്ലാം നീങ്ങി ഈ വർഷം വെടിക്കെട്ടിന് വീണ്ടും അനുമതി ലഭിച്ചതോടെ പൂരത്തിന് ഇരട്ടി മധുരമാവുകയാണ്. രാത്രി 8-നും 9 മണിക്കും ഇടയിലാണ് കരിമരുന്ന് പ്രയോഗം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. പഴയ പ്രതാപത്തോടെ വാനിൽ വർണ്ണവിസ്മയം തീർക്കുന്ന രീതിയിലുള്ള വൻ സജ്ജീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളും പൂരപ്രേമികളും വെടിക്കെട്ട് കാണാനായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംയുക്ത വെടിക്കെട്ട് കമ്മിറ്റി എന്നാണ് ഇതിന്റെ പേര്. എല്ലാവരും കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിൽ 50 എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട്. പിന്നെ ഒരു 150 അടുത്ത് സാധാ മെമ്പർമാരുണ്ട്. അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്നും കുറേശ്ശെ പൈസ എടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അല്ലാണ്ട് ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ള രൂപത്തിലൊന്നുമില്ല. ഈ പിരിച്ചുണ്ടാക്കുന്ന പൈസ തന്നെയാണ്. അത് എല്ലാ കൊല്ലവും നടത്തി വരാറുണ്ട്. ഇവിടെ 4 സെറ്റ് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 2-3-4 കൊല്ലമായിട്ടൊക്കെ നിർത്തിവെച്ചു. അപ്പോൾ പൂരത്തിന്റെ ഭാഗമായുള്ള മറ്റാചാരങ്ങളും എഴുന്നള്ളിപ്പുകളും മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. എളവാതുക്കൽ പൂരത്തിന്റെ പ്രതാപം വീണ്ടെടുക്കുന്ന ഈ ആഘോഷം നാടിന് വലിയൊരു ഉത്സവമായി മാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.